യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകളിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. മലയാറ്റൂർ കുരിശുമല കയറാൻ 10,000-കണക്കിന് വിശ്വാസികൾ എത്തി. മലയാറ്റൂരിൽ നിന്ന് റിയയുടെ റിപ്പോർട്ടിലേക്ക്. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒക്കെ ഓർമ്മയിൽ ക്രൈസ്തവർ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. കേരളത്തിന് പുറത്തെയൊക്കെ ഒരുപാട് ക്രൈസ്തവർ എത്തുന്ന മലയാറ്റൂർ കുരിശുമുടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 10,000-കണക്കിന് തീർത്ഥാടകർ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധവാര ആചരണത്തിന്റെ ഭാഗമായും ഇന്ന് ദുഃഖവെള്ളി ദിനത്തിലുമൊക്കെ ആ പീഡാനുഭവത്തിന്റെ ഓർമ്മയിൽ കുരിശുകൾ കൈലേന്തി പ്രാർത്ഥനയോടെ ആളുകൾ ഇങ്ങനെ കുരിശുമല കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായവ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഈ കുരിശുമുടി ഇങ്ങനെ കയറുന്നു. എന്തായാലും ഈ വിശുദ്ധ വാരാചരണത്തിലൊക്കെ വലിയ തോതിലുള്ള തിരക്ക്, തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് രാത്രിയും പുലർച്ചെയും ഒക്കെ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ അതീവ ദുർഘടമായ പാതയാണ്. അതൊക്കെ താണ്ടിയാണ് ആളുകൾ ഈ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒക്കെ ഓർമ്മയിൽ ഇന്നത്തെ ദിവസം മല കയറിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ ചെറിയ കുരിശുകളുമായൊക്കെ പ്രാർത്ഥനയോടെ കയറുന്ന ആളുകളും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ക്രൈസ്തവർക്ക് ഈ ദിവസം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ദിവസമാണ്. ആ ത്യാഗത്തിന്റെ ഒക്കെ ഓർമ്മയിലാണ് ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നത്. എറണാകുളത്ത് തന്നെയുള്ള ആളാണോ? അല്ലല്ല, ഞങ്ങൾ പാലക്കാരാ. ഇന്ന് ദുഃഖവെള്ളി ദിനം മലയാറ്റൂർ കയറാനായിട്ട് വന്ന എല്ലാ വർഷവും വരും. എല്ലാ വർഷവും മലയാറ്റൂർ വരുന്ന കൃത്യമായിട്ടും വരും. എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും മല കയറിയിട്ടേ പോവുള്ളൂ. കുട്ടികളും പ്രായമായവരും ഒക്കെ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ നമുക്ക് കേരളത്തിനകത്ത് പല ജില്ലകളിൽ നിന്നും, കാസർഗോഡ് നിന്നും വയനാട് നിന്നും ഒക്കെ ആളുകൾ നടന്ന് കുരിശുമല കയറുന്ന കാഴ്ച കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. എല്ലാ തവണയും വരാറുള്ളതാണോ? എല്ലാ തവണയും വരാറുണ്ട്. ഇപ്പൊ രാവിലെ എത്തിയോ? രാവിലെ എത്തി. മോള് മുകളിൽ വരെ കയറുവോ? കുരിശുമുടി മുഴുവൻ കയറിയിട്ടേ പോവുള്ളൂ. മടുക്കോ? ഇല്ല, വടിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടോ? അന്ന് മുകളിൽ വരെ കയറിയോ? ക്ഷീണമായിരുന്നോ? ചെറുങ്ങനെ. എന്തായാലും കുഴപ്പമില്ലെന്നാ. ക്രൈസ്തവർക്ക് ഇതൊരു വലിയ വിശുദ്ധ ആഴ്ചകളാണ് കടന്നു പോയത്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലൊക്കെ യേശു മുന്നോട്ട് വെച്ചിട്ടുള്ള സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പീഡാനുഭവത്തിന്റെയും ഒക്കെ ഓർമ്മയിലാണ് അവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ഓർമ്മയിൽ വലിയ സഹനങ്ങൾ സഹിച്ച് കുഞ്ഞുങ്ങളുമായൊക്കെ ആളുകൾ കയറുന്നു. എല്ലാ തവണയും വരാറുള്ളതാണോ? മോനും വരാറുണ്ടോ? അവൻ 2 കൊല്ലമായിട്ട് വന്നു. ഇപ്പൊ 3ാമത്തെ കൊല്ല. മുകളിൽ വരെ കയറും. 2 കൊല്ലം അവൻ കയറി. മുത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 3ാമത് കയറും. ദുഃഖവെള്ളി ദിനത്തിന്റെ ചടങ്ങുകൾ, തിരുക്കർമ്മങ്ങളൊക്കെ ആരംഭിച്ചു. കുരിശിന്റെ വഴി ഉണ്ടാകും. ഇന്ന് വ്രതം അനുഷ്ഠിച്ച് ക്രൈസ്തവ കുരിശുമല കയറുന്ന, കുരിശു പിടിച്ചു കയറുന്ന ദിവസമാണ്. ഒരു നേരം ഭക്ഷണമൊക്കെ കഴിച്ച് യേശു കടന്നുപോയ പീഡാനുഭവത്തിന്റെ ഓർമ്മയിൽ കയറുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ മലയാറ്റൂരിൽ പുരോഗമിക്കുകയാണ്. 10,000-കണക്കിന് ക്രൈസ്തവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.